പിണറായി വിജയൻ രണ്ടാം ഘട്ടത്തിൽ അധികാരമേറ്റതു മുതൽ കേരളത്തിലെ ഏറ്റവും ഭാഗ്യവാന്മാർ മാധ്യമപ്രവർത്തകരായിരിക്കും. കാരണം ഒരു ദിവസം പോലും വാർത്താക്ഷാമം ഉണ്ടായിട്ടില്ല. പലതരത്തിലുള്ള വാർത്തകൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും ഗവൺമെൻറ് നല്ല കാര്യങ്ങൾ വളരെ കുറച്ച് മാത്രമേ വാർത്തകളായിട്ട് വന്നിട്ടുള്ളൂ. ഏറ്റവും അവസാനം വിവാദങ്ങളുടെ പെരുമഴയാണ്. ശബരിമല കൊള്ള എവിടെ എത്തും, എങ്ങോട്ട് പോകും എന്നാർക്കും അറിയത്തില്ല. അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ ഇഷ്ടം പോലെ വരുന്നു. അപ്പം വീണ്ടും അതിൽ നിന്ന് സത്വതിരിക്കാനായിട്ട് വെള്ളാപ്പള്ളിയും അരുൺകുമാർ റിപ്പോർട്ടർ ചാനലുമായിട്ടുള്ള തർക്കം ഭയങ്കര സംഭവമാണ്. കേരളത്തിൻ്റെ ജനജീവിതത്തെ സ്തംഭിപ്പിക്കുന്ന തർക്കം എന്നുള്ള മട്ടിൽ അവതരിപ്പിക്കുകയാണ്. റിപ്പോർട്ടർ ചാനലുകാരൻ രാജ്യദ്രോഹിയാണ് എന്ന് വരെ പറയാൻ വെള്ളാപ്പള്ളി നടേശൻ തയ്യാറാകുന്നു. അത് കേട്ടുകൊണ്ട് ഒന്നും മിണ്ടാതിരിക്കുന്ന KUWJ, കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ്, ഇമാരൊന്നും മിണ്ടുന്നില്ല. കാരണം പറഞ്ഞതിന് വെള്ളാപ്പള്ളിയാണ്. വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ്. ആ ഭയം, ആ പേടി ഇവരെ നിശബ്ദരാക്കിയിരിക്കുന്നു. മറ്റാരെങ്കിലുമാണ് ഇങ്ങനെ പത്രക്കാരെ പറ്റി പറഞ്ഞിരുന്നതെങ്കിൽ ഇവിടെ ഉണ്ടാകുമായിരുന്ന പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ആലോചിക്കാൻ പറ്റും. ഇപ്പോൾ വീണ്ടും ഒരു വാർത്ത വന്നിരിക്കുന്നു. ആന്റണി രാജു ഉൾപ്പെട്ട ജെട്ടി തട്ടിപ്പ് കേസ് കോടതി കേസിൽ തൊണ്ടി മുതൽ മാറിവെച്ച് കോടതിയെ കബളിപ്പിക്കാൻ തുടങ്ങിയതിന് ആന്റണി രാജുവും അതിലെ ഒന്നാം പ്രതിയും ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ശിക്ഷ വിധിച്ചിരിക്കുന്നു. എത്രമാത്രമാണ് ശിക്ഷ എന്ന് കോടതി പറഞ്ഞിട്ടില്ല. ഈ വിധി വരുമ്പോൾ തന്നെ മറുവശത്ത് വേറൊരു വാർത്തയും കൂടെ ചാനലുകാർ ബ്രേക്കിംഗ് ന്യൂസായിട്ട് സ്ട്രോൾ ചെയ്യുന്നുണ്ട്. അതെന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിക്കാരിയുടെ പീഡന വിധേയയായ സ്ത്രീയുടെ ഭർത്താവിൻ്റെ പരാതി, വളരെ കാതലായ പരാതിയാണ്. എന്താണ്? ഞങ്ങളുടെ കുടുംബജീവിതം നശിപ്പിക്കാൻ, ഞങ്ങളുടെ സാമൂഹികമായ ഭദ്രതയെ കെട്ടുറപ്പിനെ നശിപ്പിക്കാനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രവൃത്തികൾ കാരണമായി. അതുകൊണ്ട് കുടുംബജീവിതം നശിപ്പിച്ചതിൻ്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് കേസെടുക്കണം. വളരെ വിചിത്രമായൊരു കേസാണിത്. ആ കേസ് നിലനിൽക്കോ എടുക്കോ എന്നൊന്നും അറിയത്തില്ല. എന്നാൽ പോലും പിണറായി വിജയനും പിണറായി വിജയൻ്റെ പോലീസും ആയതുകൊണ്ട് ഏത് കേസും എടുക്കാം. കാരണം ഒരടി കിട്ടിയിട്ടിരിക്കുകയാണ് രാഹുലിൻ്റെ കയ്യിൽ നിന്നും. എന്താ കാരണം? ആ അടി എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യാനായിട്ട് കേരള പോലീസിൻ്റെ സർവ്വവിധ സന്നാഹങ്ങൾ ഉപയോഗിച്ചിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവിടെ നിന്ന് രക്ഷപ്പെടണം. ആ അടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ ഈ കേസ്. അതോ ഇന്ന് വരുന്ന ഈ വിധി, ആന്റണി രാജുവിൻ്റെ വിധി എത്ര നാളായി, 9 വർഷമായി മാറ്റിവെക്കപ്പെട്ട കേസാണ്. ഇപ്പോൾ ഉടനെ ഈ ആന്റണി രാജുവിൻ്റെ വിധി വന്നത് എന്തർത്ഥത്തിൽ ബാധിക്കും, ഏതർത്ഥത്തിൽ ബാധിക്കും? കുറേ നാളുകൾ ഈ വിധി തുടങ്ങി, കേസ് തുടങ്ങി, കാര്യങ്ങൾ ശരിയാണ് എന്ന് മനസ്സിലായിട്ട് പോലും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനും പുറത്താക്കാതിരിക്കാനും ആര് ശ്രമിച്ചു? പിണറായി വിജയൻ ശ്രമിച്ചു. ഗണേഷ് കുമാറിന് വേണ്ടി ആന്റണി രാജുവിനെ വലിയ അവസാനം മാറ്റി നിർത്തേണ്ടി വന്നു. അല്ലാതെ ആന്റണി രാജുവിൻ്റെ അഴിമതിയുടെ പേരിലോ തൊണ്ടി മുതൽ നശിപ്പിച്ച കേസിൻ്റെ പേരിലുള്ള മാറ്റി നിർത്തിയത്. ഇനിയും കോടതികളിൽ നിന്നും പല തിരിച്ചടികളും ശബരിമല വിഷയത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇനി വെള്ളാപ്പള്ളി വിഷയത്തിൽ തിരിച്ചടി കിട്ടുമെന്ന് കാത്തിരുന്ന് കാണാം. അത് കാരണം സമുദായ സ്പർദ്ധയും കലാപവും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പേരിൽ കേരളത്തിൽ നൂറുകണക്കിന് ആൾക്കാരുടെ പേരിൽ കേസ് ചാർജ് ചെയ്യുമ്പോൾ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകളുടെ പേരിൽ ഇന്ന് വരെ കേരളത്തിൻ്റെ പോലീസ് അനങ്ങിയിട്ടില്ല. ആർക്കും, ഏത് പിഞ്ചു കുട്ടിക്കും വായിച്ചാൽ മനസ്സിലാകും, കേട്ടാൽ മനസ്സിലാകും ഇത് സാമൂഹിക സ്പർദ്ധ ഉണ്ടാക്കാനാണെന്ന്. ഇനി അടുത്ത് വീണ്ടും കാത്തിരിക്കുന്ന കേസുകളുണ്ട്. നിയമസഭ സ്തംഭിപ്പിച്ച് നിയമസഭയുടെ കമ്പ്യൂട്ടറും മറ്റ് കസേരകളും എല്ലാം നശിപ്പിച്ച് EP ജയരാജനും ശിവൻകുട്ടിയൊക്കെ പ്രതിയായൊക്കെ വേറെ കേസുണ്ട്. ആ കേസിൻ്റെ വിധി വന്നിട്ടില്ല. അത് കേസ് തള്ളിക്കളയാൻ, സ്ക്വാഷ് ചെയ്യാൻ വേണ്ടി കൊടുത്ത അപേക്ഷകളൊന്നും കോടതി സ്വീകരിച്ചിട്ടില്ല. ആ കേസ് നാളെ വിചാരണക്കെടുക്കുകയും വിധി വരികയും ചെയ്താൽ പിണറായി വീണ്ടും വിഷമിക്കുകയില്ലേ? അപ്പോൾ എല്ലാം നശിച്ച് നാറാണക്കല്ല് പിടിക്കട്ടെ എന്ന് സ്വയം വിചാരിച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി നമുക്കിപ്പോൾ ഉള്ളത്. കുറേ കാലത്തേക്ക് ഇലക്ഷൻ വരെയെങ്കിലും നമ്മൾ സഹിച്ചേ മതിയാവും. തദ്ദേശ തിരഞ്ഞെടുപ്പ് നമുക്കൊരു സൂചന തന്നു. ഇന്നതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് കോൺഗ്രസ് സതീശൻ ജയിക്കണമെന്നോ, സുധാകരൻ ജയിക്കണമെന്നോ, രമേശ് ചെന്നിത്തല ജയിക്കണമെന്നോ, ആന്റണി രാജ് ജയിക്കണമെന്നോ, പിണറായി വിജയൻ ജയിക്കണമെന്നല്ല ജനങ്ങൾ ആഗ്രഹിച്ചത്. ഈ ഗവൺമെൻറ് പോകണം, പിണറായി വിജയൻ നയിക്കുന്ന ഈ ഗവൺമെൻറ് പോകണമെന്ന് മാത്രമേ ജനങ്ങൾ ആഗ്രഹിച്ചുള്ളൂ. ഇനി ആൾ മുഖ്യമന്ത്രിയാണെന്നൊന്നും അവർക്ക് പ്രശ്നമല്ല. നാളെ അവർ ആ മുഖ്യമന്ത്രി പിണറായിയുടെ പാതയാണ് പിന്തുടരുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവരെയും ശിക്ഷിക്കാൻ ഈ ജനം തയ്യാറാകും. ജനത്തിനിപ്പോൾ കരുത്താർജിച്ചു, തങ്ങളുടെ തീരുമാനങ്ങൾക്ക് വില കിട്ടുന്നു എന്ന് ആദ്യമായിട്ട് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. മറ്റേ രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും നേതാവിൻ്റെ കെയറോഫിലെ നേട്ടങ്ങൾ പോയിക്കൊണ്ടിരുന്നത്, നേതാവിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് നേട്ടങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഇന്ദിരാഗാന്ധിയുടെ സാന്നിധ്യം, അല്ലെ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം, രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം, അല്ലെ EMSൻ്റെ പ്രസംഗം, യെച്ചൂരിയുടെ പ്രസംഗം, ഇങ്ങനെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്നൊരു കാലഘട്ടത്തിൽ നിന്നും ഇതൊന്നും മൈൻഡ് ചെയ്യാതെ
ഭരണകൂടത്തിൻ്റെ പ്രവർത്തനങ്ങളെ മാത്രം വിലയിരുത്തി ജനം വോട്ട് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗം എത്തിയിരിക്കുന്നു. ഈ രംഗം എത്താനുള്ള കാരണം എങ്ങനെ ഉണ്ടായത്? തങ്ങളുടെ പോരാട്ടങ്ങൾ തങ്ങളെ എടുത്തിട്ട് ചവിട്ടുമ്പോൾ നിശബ്ദരായി കേവലം പ്രസ്താവനകൾ മാത്രമായി പ്രതികരിച്ചിരുന്ന രാഷ്ട്രീയ കക്ഷികളോടുള്ള പ്രതികരണം കൂടിയാണ്. ഭരണകക്ഷിയോട് മാത്രം കാണിച്ച പ്രതികരണമാണിത്. ഭരണകക്ഷിയോടുള്ള എതിർപ്പാണ്. ഇപ്പുറത്തേക്ക് പ്രത്യേക സ്നേഹമൊന്നും തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസെടുത്തിട്ടിരിക്കുന്നതിനാ വീണ്ടും ഒരിക്കൽ കൂടി രാഹുലിൻ്റെ പേരിൽ UDF ബുദ്ധിമുട്ടിക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അത് വീണ്ടും രാഹുലിന് ഗുണമാകും. അടുത്ത കാലത്ത് 2 നേതാക്കന്മാരെ സംഭാവന ചെയ്ത് പിണറായി വിജയൻ ആരൊക്കെയാണ്? ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെയും 2 സുബ്രഹ്മണ്യത്തിനെ എന്തിനാ ഫേസ്ബുക്ക് പോസ്റ്റ് അപകടകരമായ സമൂഹത്തിൽ കലാപമുണ്ടാക്കുന്ന പോസ്റ്റ് ഇട്ടു എന്നും പറഞ്ഞാണ്. എന്താ ഈ വെള്ളാപ്പള്ളി ബാധകല്ലേ? സുബ്രഹ്മണ്യത്തിനെ പിടിച്ച കേസ് പോലെ അതിനെ വെള്ളാപ്പള്ളിയും പിടിക്കണ്ടേ? എന്തേ പിടിക്കാത്ത? ആലോചിക്കേണ്ട വിഷയങ്ങളുണ്ട്, ഒത്തിരി വിഷയങ്ങളുണ്ട്. എന്നെയും നിങ്ങളെയും ഒരേ തരത്തിൽ മണ്ടന്മാരാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ. ആന്റണി രാജുവിനെ ഇതുവരെ രക്ഷപ്പെടുത്തി നിർത്തിയില്ലേ? ഇത്രയും കാലം കേരളത്തിൻ്റെ ചെലവിൽ, സംസ്ഥാനത്തിൻ്റെ ചെലവിൽ MLA എന്നുള്ള നിലയിൽ, മന്ത്രി എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ ചെലവും നടത്തി. ഈ കുറ്റകൃത്യം നടന്ന് കുറ്റവിചാരണ നടക്കുമ്പോൾ പോലും അവിടെ വിട്ടുവീഴ്ച കാണിക്കാൻ പിണറായി വിജയൻ തയ്യാറായില്ല. അവിടെ ധാർമ്മിക ബോധത്തിൻ്റെ കണികയെങ്കിലും കാണിക്കാൻ പിണറായി വിജയൻ തയ്യാറായില്ല. ആ പിണറായി വിജയനാണ് നാളെ 3ാം ടൈമും കേരളത്തെ നയിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ കാത്തിരിക്കുന്ന അപകടം എന്താണെന്ന് നമ്മൾ മനസ്സിലാകും. ഇവിടെ ഈ കേസിൻ്റെ പശ്ചാത്തലത്തിൽ തുടർച്ചയായി വരുന്ന കേസുകൾ, കോടതികളിൽ നിന്ന് വരുന്ന തിരിച്ചടികൾ നാളെ എങ്ങനെ അവസാനിക്കുമെന്നറിയത്തില്ല. ഇതുപോലെ ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ സുപ്രീം കോടതി ലാവലിൻ കേസ് കേൾക്കാൻ തയ്യാറാവുകയും ഇനി മാറ്റിവെക്കാനില്ല എന്നുള്ള തയ്യാറാവുകയും ആ കേസ് പുനരന്വേഷണം വേണമെന്ന് സുപ്രീം കോടതി എന്നൊരു ഉത്തരവ് വന്നാൽ ഇതെല്ലാം പുട്ട് ഓൾ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞ പോലെ CPMൻ്റെയും ഇടതുപക്ഷ കക്ഷികളുടെയും മുഴുവൻ പ്രതീക്ഷയും ഒറ്റ കൊട്ടയിലിട്ടിരിക്കുകയാണ്, പിണറായി വിജയൻ്റെ കൊട്ടയിൽ. ആ കൊട്ട താഴെ വീണാൽ പൊട്ടിച്ചതറും. ഇടതുപക്ഷ മുന്നണിയും CPMഉം CPI എല്ലാം പൊട്ടിച്ചതറും. അതിൻ്റെ നേരിയ സൂചന CPIക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആന്റണി രാജുവിൻ്റെ കേസിൻ്റെ ഇത്രയും വിവരങ്ങൾ മാത്രം പറയാം. ഇത് പല കേസുകളുടെ തുടർച്ചയാണ്. ഇത് നാളെ ശബരിമല വരുന്നു, ആന്റണി രാജു വരുന്നു, വെള്ളാപ്പള്ളി നടേശൻ വരുന്നു, നിയമസഭയിലെ കമ്പ്യൂട്ടർ തകർത്ത കേസ് വരുന്നു. ഇങ്ങനെ പല കേസുകളുടെ ഊരാക്കുടുക്കിൽപ്പെട്ട് പിണറായി വിജയൻ്റെ മുഴുവൻ ആ ടൈറ്റാനിക് കപ്പൽ തകർന്നു എന്ന് പറഞ്ഞ പോലെ ഏത് സമയത്തും തകരാം. പിന്നെ പിണറായി വിജയൻ ചെയ്യുന്ന ടൈറ്റാനിക് കപ്പൽ തകർന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായി. മരിക്കുന്നതിന് മുമ്പ് മുങ്ങാൻ പോകുകയാണെന്ന് മനസ്സിലായപ്പോൾ പോലും അതിൻ്റെ ഡെക്കിൽ മദ്യവും ഡാൻസും പാട്ടും എല്ലാമായി അവർ ആസ്വദിക്കുകയായിരുന്നു. ഇന്ന് കേരള ഗവൺമെൻറ്റും കേരളയിലും എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ നവകേരള യാത്ര എന്ന് പറഞ്ഞ് ബസ്സുകളിൽ ലിഫ്റ്റ് വരെയുള്ള ബസ്സുകളിൽ കേരളം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച് ആഘോഷിച്ച് ആർമാദിച്ച് നടക്കുന്ന ഒരു ഭരണകൂടമാണ് നമുക്കുള്ളത്. തീർച്ചയായിട്ടും ഈ ഭരണകൂടത്തിൻ്റെ അന്ത്യമായിരിക്കും ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ആന്റണി രാജുവിനെതിരായി വന്ന വിധി ഒരു സൂചകം മാത്രമാണ്. വേണമെങ്കിൽ ആന്റണി രാജുവിനെ ന്യായീകരിക്കാൻ ഇനിയും വസ്തുതകൾ പറയാം, കാര്യങ്ങൾ പറയാം. പക്ഷേ അല്ല, ഒരു ന്യായം മാത്രം, എനിക്ക് തോന്നിയ ഒരു ന്യായം പറയാം. നമ്മൾ പണ്ട് ഈ രീതിയിൽ വളഞ്ഞ വഴിയിൽ കേസുകൾ ജയിപ്പിക്കുന്ന വക്കീലന്മാരെ നമ്മൾ ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്, പുകഴ്ത്തി പാടിയിട്ടുണ്ട്. മള്ളൂർ ഗോവിന്ദപിള്ള മാത്രം ഒരു ഉദാഹരണം. ഒരു കൊലക്കേസിൽ നിന്നും പ്രതിയെ രക്ഷിക്കാനായിട്ട് വെടിവെച്ച തോക്കിലെ ഉണ്ട മാറി ചെറിയ ഉണ്ടയിട്ടു. ആ തോക്കിൽ കൊള്ളാത്ത ഉണ്ടയാണ് ഇട്ടത്, മറ്റേ ഉണ്ട വിഴുങ്ങി മള്ളിയൂർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ കോടതിയിലെ ഒരു തൊണ്ടി മുതൽ വിഴുങ്ങുക, അതേ ആന്റണി രാജു ഇതുപോലെ തന്നെ ഏറെക്കുറെ സമാനം. പക്ഷേ മള്ളൂരിന് അതിന് വലിയ വക്കീലായിട്ടാണ്, ക്രിമിനൽ വക്കീൽ. മള്ളൂരും 1000 രൂപയുണ്ടെങ്കിൽ ആരെയും രക്ഷിക്കാമെന്നുള്ള പഴഞ്ചൊല്ലി വരെ കേരളത്തിലുണ്ടായി. അതാണ് നമ്മുടെ സാമൂഹ്യബോധം, നമ്മുടെ നീതിബോധം. അങ്ങനെ പരിഗണിക്കുമ്പോൾ ആന്റണി രാജു എവിടെ നിൽക്കുന്നു എന്ന് ഒരു സെക്കൻഡ് കൂടി ആലോചിക്കുക, അത്രമാത്രം. പിന്നെ ഇത് എല്ലാത്തിൻ്റെയും മുമ്പിൽ കാരണഭൂതന് അവർ തന്നെ വാഴ്ത്തിപ്പാടിയ ആ കാരണഭൂതമുണ്ട്. അത് പിണറായി വിജയനാണ്. അത് കേരളത്തെ എങ്ങനെയെല്ലാം ശിക്ഷിക്കാമോ ആ രീതിയിലെല്ലാം ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനൊരു അവസാനം വേണം, അവസാനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ